ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റൈറ്ററും ഡയറക്ടറും അരുൺ മതേശ്വരനാണ്. അദ്ദേഹം ആ ജോലി വളരെ ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയാം, 2024 ധനുഷിൻ്റെ സിനിമ ലൈഫിലെ ഒരു വേറിട്ട സിനിമയായിട്ട് എന്നും ക്യാപ്റ്റൻ മില്ലർ നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം ക്യാപ്റ്റൻ മില്ലറായിട്ട് ധനുഷ് നമ്മുടെ മുന്നിലേക്ക് വന്നപ്പം ഒരു വേറിട്ട ഒരു വിഷ്വൽ ട്രീറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ധനുഷ് എന്ന് പറയുന്ന നടൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് അതൊരു അപാരം തന്നെയായിരുന്നു അല്ലേ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഗ്രാഫർ അദ്ദേഹത്തിനെ ഷൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല സീനുകളും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, സിനിമയുടെ കണ്ടന്റിലേക്ക് പോകാം. സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊരു പഴയ കണ്ടന്റ് അല്ലെന്ന്. ശരിയാണ്, സ്വാതന്ത്ര്യ സമരവും കാലഘട്ടവും ആ കാലഘട്ടവും ഒക്കെയാണ് കേട്ടോ. നമുക്കറിയാം പണ്ട് കാലത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് താഴേക്കിടയിൽ കിടന്ന ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്ക് പിന്നെ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ഇല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ചരിത്ര സിനിമയാണോ എന്ന്? അല്ല, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും അടിമത്വവും അതുപോലെ തന്നെ ജാതി വിവേചനവും സ്ത്രീകളുടെ ഒരു അടിച്ചമർത്തലും ഇല്ലേ. അതൊക്കെ അതുപോലെയുള്ള പല കണ്ടന്റുകൾ ചേർന്ന ആ കാലഘട്ടമാണ് നമ്മളിലേക്ക് സിനിമ കാണിച്ചു തരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു കണ്ടന്റ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അറിയോ, ഈ കണ്ടന്റ് നമ്മുടെ സിനിമയാക്കുന്ന സമയത്ത് ഒരു ലാഗ് വരും, ശരിയല്ലേ? അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ പേഴ്സണലി നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ബോറടി. കാരണം ഹിസ്റ്റോറിക്കൽ മൂവീസ്, പക്ഷേ ഇതങ്ങനെയല്ല. ഇതങ്ങനെ ഹിസ്റ്റോറിക്കൽ മൂവിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇവിടെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ നടന്നിട്ടുണ്ട് അല്ലേ മിനി. അതായത് നമ്മുടെ തമിഴ് സിനിമ, അതായത് സൗത്ത് ഇന്ത്യൻ മൂവീസ്, അതായത് തമിഴ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ നമുക്കറിയാം. ലിയോ വന്നു, വിക്രം വന്നു ഇല്ലേ. അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ട്രക്ചറിലേക്ക് സിനിമ സഞ്ചരിച്ചു കഴിഞ്ഞു ഇല്ലേ. ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ആ പഴയ കാലഘട്ടം അവതരിപ്പിച്ചപ്പോൾ അതിനകത്തുണ്ടായ ഒരു പുതുമ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അല്ലേ. അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംവിധായകൻ 100% ആയിട്ടുണ്ട് അല്ലേ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ നിമിഷവും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് അല്ലേ, അപാരമായിട്ട് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. GV പ്രകാശിൻ്റെ മ്യൂസിക്, അത് ഈ സിനിമയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കൂട്ടി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഓരോ സീനുകളുടെ ഇമ്പാക്റ്റ് ഇത്ര മാത്രം കൂട്ടിയത് ആ മ്യൂസിക്കിന്റെ കഴിവ് ഒന്നുകൊണ്ട് തന്നെയാണ് അല്ലേ. അത് പറഞ്ഞാൽ മറ്റൊന്നും കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്, സിനിമ വേറെ ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഗോത്രവർഗത്തിൻ്റെ ഇടയിൽപ്പെട്ട അവരുടെ, അതായത് ഈ ഒരു താഴേക്കിടയിൽ കിടക്കുന്ന ഒരു സമൂഹം എന്ന് കരുതപ്പെടുന്ന ആൾക്കാരുടെ അവരുടെ ഒരു ട്രഡീഷണൽ മ്യൂസിക് മിക്സ് ചെയ്ത് നിന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂഷൻ വന്ന സമയത്ത് അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പാട്ടുകൾ, ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകളൊക്കെ അപാരമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കാതിനൊക്കെ തരുന്ന ആ ഒരു ആ സീനുണ്ടല്ലോ, ആ സീൻ നമുക്ക് പേഴ്സണലി ഞാനൊരു കാര്യം പറയാം. ധനുഷ് ആ ഒരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ട്രഷർ അല്ലേ, അത് ഇദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന, അതായത് തട്ടിയെടുക്കുന്ന ഒരു ഫൈറ്റ് സീനില്ലേ, ആ സീൻ എന്ന് പറഞ്ഞാൽ അപാരമായിട്ട് ഡ്രോൺ ഷൂട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡൈനാമിക് ഷൂട്ടും ഷേക്കിംഗ് ഷൂട്ടും കൊണ്ട് അപാരമാക്കിയിട്ടുണ്ട്. ആ ഡൈനാമിക് ഷൂട്ടിൻ്റെയും ഡ്രോൺ ഷൂട്ടിൻ്റെയും ഒരു മിക്സിങ് വന്ന സമയത്ത് അവിടുത്തെ മ്യൂസിക് നീ നോക്കിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട്. GVയുടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഈ അടുത്തിടയ്ക്ക് കേട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനേക്കാൾ കിട്ടില്ലമായിട്ടുണ്ട് അല്ലേ. എനിക്കൊന്ന് ലിയോയുടെ ഒക്കെ മുകളിൽ പോയി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് 100% പോയിട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്, സിനിമറ്റോഗ്രഫി എന്ന് പറയുന്നത് സത്യം പറയാലോ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവായിട്ടുള്ള, അതായത് സ്റ്റാറ്റിക് ഷോട്ടുകൾ ഈ സിനിമയിൽ ഇല്ല, വളരെ കുറവാണ് അല്ലേ. സ്റ്റാറ്റിക് ഷോട്ടുകൾ വളരെ കുറവാണ്. അപ്പം
ഈ സിനിമയിൽ കൂടുതലും ഡൈനാമിക് ഷോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൂവിങ് ഷോട്ടുകൾ വിത്ത് ഷേക്കിങ്ങുമാണ്. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണോ ക്യാമറയ്ക്കകത്ത് വരുന്ന ഷേക്കിങ് അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിയാലിറ്റി, അതായത് നമുക്ക് ആ ഒരു നടക്കുന്ന സംഭവം പോലെ ഫീൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അത് ഒരു സീനിലല്ല, ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഇത് തന്നെയാണ്. അതായത് ഒരു ചെറിയ ഷേക്കിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ഷോട്ടിലും അല്ലേ. അത് ഓരോ ഫ്രെയിമിന് ചെറിയ ഷേക്കിങ് വന്നുകൊണ്ട് അത് അപാരമായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സിനിമറ്റോഗ്രഫിയുടെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ആക്ഷൻ കൊറിയോഗ്രഫി. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ട്രഷർ എന്താ പറയുക, ധനുഷ് തട്ടിക്കൊണ്ടുപോകുന്ന സീനിലൊക്കെ ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റുകളുമൊക്കെ അപാരമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപാരമായിട്ട് തന്നെ ഈ സിനിമയിൽ എന്താ പറയുക, ആ ഫൈറ്റ് സീനുകളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള എനിക്കതിനകത്ത് കുറേയധികം ഷോട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി. കാരണം ഇവർ ആ ട്രക്കിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേ ഒരുപാട് ഇങ്ങോട്ട് മാറിയിട്ട് പുല്ലുകൾക്കിടയിൽ കൂടി ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് കയറിയൊരു ഷോട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈഫുള്ള ഷോട്ടുകളായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് എന്താ പറയുക, ആ പെൺകുട്ടി കൊന്നതിന് ശേഷം ഇങ്ങനെ വന്ന് നിൽക്കുന്ന സീനൊക്കെ ഇല്ലയോ, അതിനൊക്കെ ഭയങ്കര ഡെപ്തും ലൈഫും ഉണ്ടായിരുന്നു. പിന്നെ ധനുഷ് ഈ ഒരു രംഗത്തേക്ക് ഈ ക്ഷേത്രത്തിനിടയ്ക്കൊക്കെ നടന്നു വരുന്ന ബാക്ക് ഷോട്ടുകളൊക്കെ ഇല്ലേ, ഒരു ഫോഗ് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് എന്നമ്മേ അതുപോലെ തന്നെ ധനുഷിന്റെ ഇൻട്രോ സീനിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സത്യം പറയാലോ, അത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു ചെറിയ ഡാൻസും അല്ലേ, ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ സൂപ്പർ, ആ ഒരു ലുക്ക് ഉണ്ടല്ലോ. ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസ് എടുത്ത് പറയണം കേട്ടോ, ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ധനുഷിനെ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം സിനിമറ്റോഗ്രഫി ഒരു രക്ഷയില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് അല്ലേ കോസ്റ്റ്യൂം. പിന്നെ ഈ സിനിമയിൽ ഫുള്ള് സെറ്റിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത്. ഫുള്ള് ഏതോ ഒരു ഓപ്പൺ പ്ലേസ്, ഒരു മലയുടെ ചെരുവ് എടുത്തിട്ട് സെറ്റിട്ട് കളിച്ചേക്കുന്നതിനകത്ത് പാളിപ്പോയിരിക്കുന്ന ഒരു കാര്യം പേഴ്സണലി എനിക്കും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്പലത്തിന് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും, അമ്പലത്തിൻ്റെ ഒരു ഗോപുരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മധുര മീനാക്ഷി കോവിൽ പോലൊക്കെയാണ് അതിരിക്കുന്നത്, കണ്ടില്ലേ എന്ന്. പക്ഷെ അതിന് ഒരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ ആ ഒരു ഇല്ലേ ആ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ അടിപൊളിയായിട്ടുണ്ട്. ബാക്കി എല്ലാ സീനുകളും സൂപ്പറായിട്ടുണ്ട്. ശിവണ്ണൻ അപ്പൊ അത് പേരിട്ടില്ല, ശിവണ്ണനെ സത്യം പറയാമല്ലോ, അദ്ദേഹത്തിനെ എനിക്ക് പേഴ്സണലി ഒരുപാടൊന്നും അറിയത്തൊന്നുമില്ല. ജയിലർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടത്, അല്ല കന്നഡ സിനിമ ഞാൻ കാണാറില്ല. അതിനുശേഷം വേറൊരു കന്നഡ സിനിമ അദ്ദേഹത്തിനെ കണ്ടു. പക്ഷേ സൂപ്പറായിട്ട് സംവിധായകൻ ശിവണ്ണനെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ. ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സമാധാന പ്രിയനായിട്ട് നിൽക്കുന്ന അദ്ദേഹം ലാസ്റ്റ് ഒരു ഇൻട്രോ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ ധനുഷിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാസ്റ്റിംഗ് ബേസിൽ ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ബ്രിട്ടീഷുകാരായിട്ട് വേഷമിട്ടിരിക്കുന്ന എല്ലാവരും 100% പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അവരുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ ആയാലും ഇല്ലേ, അവരുടെ രീതിയായാലും സത്യം പറയാലോ വളരെ ഫീൽ ചെയ്തു. നല്ല രീതിയിൽ ഡയറക്ടർ കണ്ണിങ് ആയിട്ട് തന്നെ അതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അല്ലേ. അപ്പം സിനിമയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു 100% നിങ്ങൾക്കൊരു വിഷ്വൽ ട്രീറ്റ് തരാൻ സാധിക്കും. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടൊരു ജോണറിലാണ് സിനിമ സഞ്ചരിക്കുന്നത് തുടക്കം തൊട്ട് അവസാനം വരെ. പക്ഷേ പല ഭാഗങ്ങളിലും എനിക്കൊരു ഡ്രാമാറ്റിക് ഡയലോഗ് പ്രസൻറ്റേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡ്രാമ ലെവലിലേക്ക് ഡയലോഗ് പ്രസൻറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് സിനിമയെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പല സൈഡുകളിലും അഭിനയത്തിൻ്റെ കാര്യത്തിലും ഒരു ഡ്രാമാറ്റിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ചരിത്രം റിലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അതും അവിടെ ഫ്യൂഷൻ ചെയ്ത് പോയെന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? എനിക്ക് പലപ്പോഴും ഒരു ഡ്രാമാറ്റിക് രീതിയിലേക്ക് പല സീനുകളും ഇങ്ങനെ മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സിനിമയുടെ ആസ്വാദനത്തെ കൂടുതലായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ
ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അതായത് ഇൻ്റർവെല്ലിലോട്ട് അടുക്കുന്ന ഭാഗത്ത് എവിടേക്കും ഒരു ചെറിയ ലാഗ് പോലെയും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഒരു 10-20 മിനിറ്റ്, അതായത് ലാസ്റ്റത്തെ ഒരു 3/4 മണിക്കൂറോളം അസാധ്യമായിട്ട് സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അതായത് കണ്ണെടുക്കാതെ നോക്കിയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഒരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിനും പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. എന്നാലും നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇവിടെ നിർത്തുന്നു. എന്നാലും 2024 നമ്മുടെ മനസ്സിൽ ഒരു നല്ല സിനിമയ്ക്ക് ഇടം പിടിച്ചതാണ് ക്യാപ്റ്റൻ മില്ലർ. ഓക്കെ, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്